ഹായ് ഫ്രണ്ട്സ്, ഇവിടെ ഹൈപ്പർ മാർക്കറ്റിൽ വരുന്ന ചില കസ്റ്റമേഴ്സ്, എനിക്ക് പരിചയമുള്ള ചില കസ്റ്റമേഴ്സ് എന്നോട് ചോദിച്ചിട്ടുണ്ട്, കേട് അല്ലെങ്കിൽ തൈരും യോഗട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ചില ആൾക്കാർ വിചാരിക്കുന്നത് കേടെന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ നെയിമും യോഗട്ട് എന്ന് പറയുന്നത് ഒരു വെസ്റ്റേൺ നെയിമും എന്നാണ്. ശരിക്കും അങ്ങനെയല്ല, രണ്ടും രണ്ട് തന്നെയാണ്. തൈരെന്ന് പറയുന്ന ഒരു നാച്ചുറൽ സബ്സ്റ്റൻസ് ഉപയോഗിച്ചാണ് നമ്മൾ തൈര് ഉണ്ടാക്കുന്നത്. അതായത് തലേദിവസം പാല് ചൂടാക്കി തണുപ്പിച്ച് പഴയ തൈര് ഉറയൊഴിച്ച് വയ്ക്കുകയും പിറ്റേ ദിവസം നല്ല തൈരായി കട്ടി തൈരായിട്ട് കിട്ടുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ നാരങ്ങ നീരോ വിനാഗിരിയൊക്കെ ഒഴിച്ചും തൈര് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഒഴിക്കുന്ന ആ ഒരു സാധനത്തിൻ്റെ ഇതനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്ന തൈര്. അതിൽ ചിലപ്പോൾ പുളി കൂടാം, തിക്നെസ് കൂടാം, അങ്ങനെ പല വ്യത്യാസങ്ങളും ഉണ്ടാകും നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ. പക്ഷേ യോഗട്ട് എന്ന് പറയുന്നത് അങ്ങനെയല്ല. ആർട്ടിഫിഷ്യൽ ആസിഡ് ഉപയോഗിച്ച് ഫാക്ടറികളിൽ മിൽക്കിനെ ഫെർമെൻറ്റേഷനാക്കി ഫാക്ടറികളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനമാണ് യോഗട്ട് എന്ന് പറയുന്നത്. അതിന് ലാബ്, ഫാക്ടറി, അതിനുള്ള ഫെസിലിറ്റീസ് എല്ലാം വേണം. അത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ യോഗട്ട് എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഒരു സവർനെസ്സും അല്ലെങ്കിൽ തിക്നെസ് അല്ല എന്നും സെയിം ആയിരിക്കും. അവർക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കുന്നതുകൊണ്ട് അത് പ്രോപ്പറായിട്ട് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു വിവിധ ഫ്രൂട്ട്സുകളുടെ ഫ്ലേവറുള്ള യോഗട്ട് അവൈലബിൾ ആണ്. ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഒരു ഐസ്ക്രീം കഴിച്ച ഒരു ഫീൽ ആയിരിക്കും. പക്ഷേ നമ്മൾ നാട്ടിലുണ്ടാക്കുന്ന തൈരിൽ, വീട്ടിലുണ്ടാക്കുന്ന തൈര് നമ്മളൊരു ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി നോക്കി ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ നാട്ടിൽ തൈര് ചേർത്തുണ്ടാക്കുന്ന ഭക്ഷണത്തിന് നമ്മളിവിടെ യോഗട്ട് ചേർത്തുണ്ടാക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. നമ്മളായിരിക്കും നാട്ടിൽ നമ്മൾ തൈര് ചേർത്തിട്ടുണ്ടാക്കും, ഇവിടുത്തെ തൈര് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണല്ലോ. അത് ഇതുകൊണ്ടാണ് നമ്മൾ നാച്ചുറൽ തൈരും ആർട്ടിഫിഷ്യൽ തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ ഇതിൻ്റെ ഒരു പർപ്പസ് അല്ലെങ്കിൽ ഒരു യൂസ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ഇതാണ് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം. പക്ഷേ ഉപയോഗം സെയിം തന്നെയാണ്. താങ്ക് യു.